I will say the realistic answer, okay? So, I'm extremely afraid of not being financially independent. നമ്മളെ കൾച്ചറിൽ അറ്റ്ലീസ്റ്റ് വുമൻ ആർ ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓൺ പീപ്പിൾ എന്തെങ്കിലും രീതിയിൽ. അപ്പൊ ഇതിങ്ങനെ ഞാൻ ആലോചിക്കും, ഓക്കെ ഞാനൊന്നും ആയില്ലെങ്കിൽ എനിക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല, ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ദ ലൈഫ് സ്റ്റൈൽ ഐ വാണ്ട്, ദ ഡ്രീംസ്. ഓർ I am coming from a pretty good family, okay, Rizwan. കാരണം എന്റെ ഫാമിലി സെറ്റിൽഡ് ആണ്. ലൈക്ക് I have a good life, പക്ഷെ it's not mine. ഞാൻ ഉണ്ടാക്കിയതല്ല. സോ ഞാൻ ഉണ്ടാക്കാത്തോടത്തോളം കാലം it's still my dad's. അപ്പം so I'm like, financially being independent is the thing that motivates and scares me at the same time. ദുൽഖർ സൽമാൻ്റെ ABCD എന്നുള്ള മൂവി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും റിയൽ ലൈഫിൽ അതേപോലുള്ളൊരു സ്റ്റോറിയുള്ള ഒരാളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഇർഫാന ഇസ്സത്ത് ചോലയിലാണ്. ഇർഫാന 3G IRPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കമ്പനിയുടെ CEO ആണ്. എന്നാൽ പുള്ളിക്കാർ അതിന് മുന്നേ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ CEO ആയിട്ട് മാറുന്നത്, അതിൻ്റെ സ്റ്റോറിയും അതിന് എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് കംഫർട്ടബിളി സ്റ്റാർട്ട് എ ബിസിനസ് ഉള്ള കാര്യങ്ങളൊക്കെ. എന്നാലും എല്ലാ റിസോഴ്സസ് ഉണ്ടായാൽ പോലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റുമോ, അല്ല അത് മാത്രം മതിയോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട്, അഥവാ നമ്മളെ നോക്കുന്ന ആൾക്കാർക്ക് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. സ്വന്തമായിട്ട് എനിക്ക് വേണമെന്ന പൈസയും റിസോഴ്സസും ലൈഫും ക്രിയേറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന, അത് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരാളായിട്ടാണ് ഇന്നത്തെ സംസാരമുള്ളത്. സോ ദിസ് ഈസ് എപ്പിസോഡ് നമ്പർ 58 ഓഫ് ദ മല്ലു ഷോ വിത്ത് ഇർഫാന ഇസ്സത്ത് ചോലയിൽ. ഹാപ്പി ലിസ്ണിംഗ്, ഹാപ്പി ഗ്രോയിങ്. മലയാളി പറക്കട്ടെ. All right. So thank you so much for being here. First of all, pleasure hosting you. തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, if you would describe yourself in 3 words, ഒരു 3 വാക്കിൽ ഇർഫാനെന്ന് പറയുകയാണെങ്കിൽ, ഹൂ ഇസ് ഇർഫാന എന്ന് പറയുകയാണെങ്കിൽ, what would be those 3 words? ആ 3 വാക്കുകൾ എന്തായിരിക്കും? Okay, before that, thank you for inviting me. Okay. And also congrats on speaking in Josh Talks. And I think reaching 20,000 followers and becoming the amazing person that you are. Oh, so good job on that. I have to say, I really appreciate people like you, like I see you every day. So slowly gonna grow. It's such a wonderful process to see anyone go through. So you are doing an amazing job. You keep that up. Okay. Thank you. Okay, 3 words. Now that you ask, I have the best words in my mind, but it would feel like I'm self-promoting myself. But yeah, let's go with mentally strong, flexible, and fierce. Fearless. Yeah, no, fierce, but fearless would fit too. No, but I said fierce, yeah. Oh, okay. So mentally strong, ഫ്ലെക്സിബിൾ ആൻഡ് ഫിയേഴ്സ്. സോ ഇത് ഞാനുണ്ടല്ലോ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ ഇതിന് മുന്നേ ഞാൻ വെറുതെ യൂട്യൂബ് പോയിട്ട് ഇർഫാന ഇസ്സത്ത് അടിച്ചപ്പോ എനിക്ക് യൂട്യൂബ് ചാനൽ കിട്ടി. അതില് ഫസ്റ്റ് കണ്ടിരുന്ന വെച്ചാലുണ്ടല്ലോ, യു ആർ ടോക്കിംഗ് അബൌട്ട് ലൈക്ക് ലാസ്റ്റ് ഇയർ ചെയ്ത വീഡിയോ എന്ന് തോന്നുന്നു, ഗോൾസ് എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ അത് കേട്ടപ്പോണ്ടല്ലോ, ആ വീഡിയോ കണ്ടപ്പോണ്ടല്ലോ, സത്യം പറഞ്ഞ ABCD മൂവി കണ്ടിട്ടുണ്ടോ? എന്നോട് പല ആൾക്കാരും പറഞ്ഞു ലിറ്ററലി. സോ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്. ഐ തിങ്ക് മൾട്ടിപ്പിൾ കമ്പനീസിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു കമ്പനീന്റെ CEO ആണ്. ബട്ട് ഇത് ഇറ്റ് ആക്ച്വലി ഫീൽസ് ലൈക്ക് എവിടേക്കോ ആയിട്ടുള്ള കുറെ മൂവീസും അതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഇതാണ് വരുന്നത്. സോ ക്യാൻ യു ടെൽ us, അതായത് കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ലൈക്ക് കേൾക്കുമ്പോൾ തന്നെ അയ്യോ കോളേജ് ഡ്രോപ്പ് ഔട്ടോ എന്നുള്ള ഇതായിരിക്കും വരുന്നത്. ആൻഡ് നൗ നിങ്ങൾ ഓഫീസൊക്കെ ഉള്ളത് IIT മദ്രാസിന്റെ ഇതിൽ വരുന്നതിലാണ്. സോ ഹൗ ഇസ് ദ സ്റ്റോറി? ലൈക്ക് എങ്ങനെയാണ് കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ലൈക്ക് യു ആർ നോട്ട് എൻജോയിങ് ദ കോളേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഹൗ ഇസ് ദ ജേർണി ഫ്രം എന്താ പറയുക, ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ എന്താണ്, അപ്പാർട്ട് ഫ്രം ലൈക്ക് getting to hear, okay, അയ്യോ ലൈക്ക് ഇർഫാന കോളേജ് ഡ്രോപ്പ് ഔട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ലൈക്ക് ഹൗ വാസ് ഇറ്റ്? ഞാൻ വേഗം സമ്മറൈസ് ചെയ്ത് പറയാം. അപ്പം എന്റെ ഫാദർ ആക്ച്വലി എന്നെ UK വിടാന്നുള്ള പ്ലാനിലായിരുന്നു ഫസ്റ്റ്. അപ്പൊ ഞാൻ UK യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോക്കി. പിന്നെ ആക്ക് തോന്നി
എനിക്ക് കുറച്ച് എക്സ്പീരിയൻസിന്റെ കുറവുണ്ട് എന്ന്. പോയിന്റ് ആയിരിക്കും, എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്. അങ്ങനെയാണ് എന്നെ നാട്ടിലേക്ക് അയച്ചത്. നാട്ടിലേക്കല്ല, ബാംഗ്ലൂർക്ക് അയച്ചത്. കാരണം ബാംഗ്ലൂർ കുറച്ചും കൂടെ എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് തോന്നി. അപ്പൊ ഞാന് ദുബായില് IB സിലബസാ പഠിച്ചത്. ഓക്കെ, സോ ഐ ഡോണ്ട് നോ ഇഫ് യു നോ, അത് കുറച്ച് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസ്. ഐ മീൻ ലൈക്ക് അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഫോക്കസ് ചെയ്യും. CBSE മാതിരി എല്ലാം മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും അതിലില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ വന്നപ്പം ഐ വാസ് ആക്ച്വലി ഓൾവേസ് കൺഫ്യൂസ്ഡ്. എനിക്കറിയില്ല എന്ത് ഡിഗ്രി എടുക്കണ്ടേ, ഇനി എന്ത് ഡിഗ്രി എടുത്തിട്ട് എന്താ ആക്കണ്ടേന്നൊന്നും. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. പൊതുവെ ആൾക്കാർ പറയുന്ന മാതിരി ടെക്നോളജി ആണല്ലോ ഇനിയല്ലോ, അപ്പൊ അത് പഠിക്കാന്നില്ലത്. ബട്ട് വെൻ ഐ വെന്റ് ടു കോളേജ്, അവര് കോഡൊക്കെ ഇങ്ങനെ എഴുതും, നമ്മളത് മെമ്മറൈസ് ചെയ്തിട്ട് എക്സാമിനൊക്കെ എഴുതും. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയാണ് അത് പഠിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയി. സോ എവ്രി വൺ വാസ് ഫൈൻ വിത്ത് ഇറ്റ്. ലൈക്ക് അവിടെ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് പക്ഷെ അത് ഭയങ്കര യൂസ്ലെസ് ആയിട്ട് തോന്നി. പണ്ടേ എനിക്ക് പഠിക്കാനും ഞാൻ കുറച്ച് വീക്കാണ് ഫസ്റ്റ്ലി. അപ്പൊ കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള കാരണം എന്റെ ധൈര്യം കൂടുതലോണ്ടൊന്നുമല്ല, എനിക്ക് പഠിക്കാനും പഠിച്ച് മാർക്കൊക്കെ കിട്ടാൻ തട്ടിമുട്ടൊക്കെ ഞാൻ കോപ്പി കടിച്ചിട്ട് അല്ലെങ്കിൽ പാസ്സായത് തന്നെ. അത് എന്തിനാ ഇത് ചെയ്യണേ? അപ്പൊ ഒരു വർഷമായപ്പം ലൈക്ക് അതിന്റെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓണ്ടെങ്കിൽ റിസ്വാൻ ആണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവും നമ്മള് പഠിച്ചതും വർക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതെ. ഞാൻ BC ആയിരുന്നു എടുത്തത്, എഞ്ചിനീയറിംഗ് പോയിട്ടില്ല. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വേണം ഫസ്റ്റ് ഇയർ മൊത്തം എല്ലാം പഠിച്ച് ഫെയിൽ ആവാൻ. അപ്പൊ ഞാൻ അതിനെ എടുത്തില്ല, BC എടുത്ത്. പിന്നെ ഐ വാസ് ലൈക്ക് ഇപ്പം നമ്മളെ പഠിപ്പിച്ചത് C പ്രോഗ്രാമിംഗ് ഒക്കെ, മാർക്കറ്റിൽ ഉള്ളത് പൈത്തോണും ജാവ, ഇതൊന്നും പഠിപ്പിക്കുന്ന പോലുമില്ല. സോ ഐ വാസ് ലൈക്ക് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മൈ ടൈം. പിന്നെ BC എടുത്തു കഴിഞ്ഞാല് പിന്നെ MC എടുത്തില്ലെങ്കിൽ എന്തില്ല, ഐ മീൻ ഒരു വാല്യൂ ഇല്ല പിന്നെ ജോബിന്. അപ്പൊ ഇതും BCയും MCയും കഴിഞ്ഞിട്ട് എനിക്ക് 50,000 rupees സാലറി കിട്ടി, ഞാൻ പണിയെടുക്കണോന്നുള്ളതാണ് എന്റെ മൈൻഡിൽ വരുന്നത്. ബട്ട് മൈ ഫ്രണ്ട്സ് ലൈക്ക് ഓക്കെ, ഐ ഡോണ്ട് നോ, അവർക്ക് ഓക്കെ ആയിരുന്നു. ബട്ട് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഇത്രയും വർഷം എഫേർട്ട് ഒക്കെ കിട്ടി കോളേജിലൊക്കെ പോയിട്ട് ഇറ്റ്സ് നോട്ട് വർത്ത് ഓൾ ദോസ് ടൈം. അപ്പം വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു റിയലൈസേഷൻ വന്നത്, ഓക്കെ ഐ ഷുഡ് പ്രോബ്ലി തിങ്ക് ഇത്ര ടൈം ഇതിന് കൊടുക്കണോന്ന്. പിന്നെ ഐ വെന്റ് ടു മൈ ഡാഡ്. ആക്ച്വലി മൈ ഡാഡ് വാസ് ദ വൺ ഹു സജസ്റ്റഡ് മീ ടു ഡ്രോപ്പ് ഔട്ട്. ഞാൻ പോയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മൈ ഡാഡ് വാസ് ലൈക്ക് ഹി ഗേവ് മീ 2 ഓപ്ഷൻസ്. ഓക്കെ, ഐ മീൻ ഐ ഡോണ്ട് നോ ഇഫ് ഐ സെഡ് ദിസ് ഇൻ ദ വീഡിയോ. പപ്പ ഇങ്ങനെ പറഞ്ഞ്, ഒന്നെങ്കിൽ നീ ഡ്രോപ്പ് ചെയ്യ്, പക്ഷെ നീ ഡ്രോപ്പ് ചെയ്താല് ഞാൻ പറയണ കേൾക്കണം. ഓക്കെ, ഞാൻ പറയും നിന്നോട് എന്ത് ചെയ്യണം, ആൻഡ് യു ഹാവ് ടു ബ്ലൈൻഡ്ലി ലിസൺ. ഓക്കെ, അങ്ങനെ. പിന്നത്തെ ഓപ്ഷൻ വെച്ചാല് നീ കോളേജിൽ പോ, ഞാൻ നിനക്കൊക്കെ തരാം, പക്ഷെ നീ ലൈഫിൽ ഒരിക്കലും ഹാപ്പി ആവില്ല. അപ്പൊ ഇങ്ങനത്തെ 2 ഓപ്ഷൻ എനിക്ക് തന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, ആ ടൈമിൽ മേ ബി 18-19 ഒക്കെ ഉള്ളൂ. ഒരു ബോറൈഡിന്റെ പേരിൽ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ മറ്റേ ഓപ്ഷൻ എടുക്കാലോ, ലൈഫ് ത്രില്ലായിക്കോട്ടെ. സോ മൈ ഡാഡ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ചിൽ. എനിക്ക് തോന്നുന്നുണ്ട് വി വർക്ക് ഇൻ ദ എഡ്യൂക്കേഷൻ സെഗ്മെന്റ്. അപ്പം മൈ ഫാമിലി ലൈക്ക് they are well aware, പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇറ്റ്സ് ഓൾവേസ് ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് മാറ്റർ മോർ, നെറ്റ്വർക്ക് മാറ്റേഴ്സ്. ഇതൊക്കെ എന്റെ ഫാദറിന് തന്നെ ഉണ്ട് ആ ഒരു തോട്ട് പ്രോസസ്. അപ്പൊ എന്നെ കോളേജിലേക്കൊക്കെ വിട്ടത് പഠിക്കാനൊന്നുമല്ല, കോളേജൊക്കെ എന്താ, ആൾക്കാരൊക്കെ എന്താ, ഇതൊക്കെ നോക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഐ ജസ്റ്റ് പിറ്റേ ദിവസം തന്നെ ഞാൻ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിചാരിച്ചു ഇവളെ എവിടേക്കായി ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോണേ. അവർക്കൊരു കോമഡി ഞാൻ ഡ്രോപ്പ് ഒക്കെ ചെയ്തത്. അവർ വിചാരിച്ച് വേഗം തിരിച്ചു വരുന്നത്. പക്ഷെ ഞാൻ അവർക്കൊരു ഡയറി മിൽക്ക് ഒക്കെ കൊടുത്ത് അവയ്ക്ക് പോയതാ. ദെൻ ഐ നെവർ വെന്റ് ബാക്ക്. പിന്നെ എന്നോട് ആൾക്കാർ പറയും ലൈക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്നും ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി വേണം. ഇങ്ങനത്തെ സർക്കംസ്റ്റൻസസ് ഒക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ബിസിനസ്സിലൊന്നുമല്ല, മാരേജിന്റെ കാര്യത്തിലാണ്. അപ്പോഴാണ് ആൾക്കാർ ഡിഗ്രി ഇല്ലല്ലോ എന്നുള്ളൊരു ക്രൈറ്റീരിയ വരുന്നത്. ഡിഗ്രി ഇല്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ എന്ന്. ബട്ട് ഐ ഡോണ്ട് നോ, ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ ഡിഡ് ആൻഡ് ഐ നെവർ ലുക്ക് ബാക്ക്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ വരും, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാല്. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ആൾക്കാർ പറയും കണ്ടില്ല നന്ന് ഡ്രോപ്പ് ആക്കിയോണ്ട് ആ ലൈഫിൽ എവിടെ എത്താത്തതെന്ന്. സോ യാ, ബട്ട് യു ഗോട്ട് വൈ ഐ ഡ്രോപ്പ്, റൈറ്റ്? എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല, എനിക്ക് ടൈം വേസ്റ്റ് ആയിട്ടാണ് കോളേജൊക്കെ തോന്നിയത്. ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ലൈഫിൽ ചെയ്തിട്ടുള്ള? എപ്പോഴും എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് കൂടിയില്ലേ ഡ്രോപ്പ് ചെയ്തുകൊണ്ട്. പിന്നെ ഡിഗ്രി അതൊക്കെ ഇവിടെ വേഗം കിട്ടുന്ന കാര്യമാണ്, അല്ലാണ്ട് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഞാൻ വേറെ കാര്യം പറയട്ടോ, ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ലൈഫിൽ ഒരു മിസ്റ്റേക്ക്, ഞാൻ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഞാൻ 3rd സെമസ്റ്ററിൽ എനിക്ക് മനസ്സിലായതാണ് ഇതെനിക്ക് വേണ്ട പരിപാടി അല്ല എന്നുള്ളത്.
ആണല്ലേ? അന്ന് ഞാൻ അതെനിക്ക് ഡ്രോപ്പ് first ഔട്ട് മനസ്സിലായി. ഡ്രോപ്പ് ഔട്ട് ചെയ്യാതിരുന്നത് ഞാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാണ്. പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചു തേർഡ് ഇയർ ഒക്കെ എത്തിയില്ലേ? തേർഡ് സെമസ്റ്റർ, തേർഡ് ഇയർ തേർഡ് അല്ല സെക്കൻഡ് സെമിസ്റ്റർ ഇയർ. എത്തിയിട്ടുള്ളൂ. ഓക്കെ. എന്നിട്ട് ഡ്രോപ്പ് അന്ന് ചെയ്തോ? ഞാൻ ഇല്ലല്ലോ. ഇല്ല ചെയ്തില്ല, 4 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അയ്യോ, ഓക്കെ, കോളേജ് പക്ഷെ ലൈഫ് എന്നിട്ട് അതിന് ഉണ്ടായില്ലേ? ശേഷം ഞാൻ അതിന് പോയില്ല കേട്ടോ. ഐ ഓക്കെ. ജസ്റ്റ് ചേഞ്ച് മൈ കരിയർ. കോഡിങ്ങിനല്ലേ? ആ. കോഡിംഗ് അല്ല, എനിക്കും നിങ്ങൾ പറഞ്ഞത് അങ്ങനെ വളരെ തന്നെ. കറക്റ്റ് ആണ്. ആ. ലൈക്ക് എന്താ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ കോളേജിൽ പോയിട്ട് ഞാൻ ലൈക്ക് എന്താ പറയുക, എനിക്ക് ബൈ ഹാർട്ട് പഠിക്കുന്നവരടി ഇഷ്ടമല്ല, എനിക്ക് പറ്റൂല. പറ്റൂല. അതന്നെ ഞാൻ എനിക്ക്. ലോജിക്കലാണ്, എനിക്ക് ആ. കംപ്ലീറ്റ് ലോജിക്കലായിട്ട് സംഭവമാണെങ്കിൽ എനിക്ക് കോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കോഡ് ചെയ്യാൻ ഓക്കെ. എനിക്ക് അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ ഓക്കെ. അവിടെ നടക്കണം എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ തന്നിട്ട് സ്പൂൺ ഫീഡ് ചെയ്തിട്ട് ഇവൻ ആ. പ്രാക്ടിക്കൽസ് പോലും ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ് ആൾക്കാർ പോയിട്ട് പാസ് ആവുന്നത്. അതന്നെ. എനിക്ക് ആ ഒരു പ്രോസസ്സ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അത് പക്ഷെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? yeah, എനിക്കും മനസ്സിലായി. ലൈക് പ്രോഗ്രാമിംഗ് ഇസ് നോട്ട് മൈ തിങ്. പിന്നെ എന്തിനാ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. കമ്പ്യൂട്ടർ ഇവിടെ ഒരു എഞ്ചിനീയർ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആണല്ലേ? അതായത് നമ്മൾ സംസാരിക്കുന്നത് സ്കില്ലിന്റെ ബേസിലാണ്. എനിക്കറിയുന്ന കുറെ ആൾക്കാരുണ്ട് കോളേജിൽ നിന്ന് ഇന്നും ബാക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദേ ആർ വർക്കിംഗ് ബിക്കോസ് ദേ നോ കോഡിംഗ്. അവർക്ക് റൈറ്റ്. സ്കിൽ ഉണ്ട്, ഓക്കെ. ദേ ഹാവ് ഡെവലപ്ഡ് ദ സ്കിൽ. Yeah, but they are not happy in life. So പക്ഷെ അവരെന്താ വെച്ചാലോ, അവര് റൈറ്റ് നോ ദേ ആർ റിയലി ഹാപ്പി ബിക്കോസ് ദേ ഹാവ് ജോബ് ആൻഡ് ദേ ഡൂയിങ് വാട്ട് ദേ ലൈക്ക്. maybe they're getting salary. Okay. If they like what they do, then it makes sense. ഓക്കെ, ദാറ്റ്സ് ഡിഫറെന്റ് തിങ്. എന്ന് വെച്ചാല് യുനോ എന്നും നമുക്ക് ഒരു കോളേജ് ഡിഗ്രി വേണം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഓക്കെ, ഡിഗ്രി വേണം എന്നില്ല, ബട്ട് യു നീഡ് സ്കിൽസ് ദാറ്റ് പേ. അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. No, actually, to be really honest, this depends. Okay, Karanam, I have privilege to drop out, which most people don't have. Appo innodu pora aal vannitte parayane I'm not happy or whatever, I wouldn't say drop out, because they might have a requirement of the degree. Like for example, when you're traveling, appo degree inde avashyam angane kore criteria undu degree vendathu. Appo avarku oru job venengi maybe endu venam, degree venam. But let's say they want to do freelancing allengil entrepreneurship, it doesn't matter, degree inde avashyam. So it's not something everyone should do. They should think 10 times and they shouldn't look at people like me, right? I have backup option. Yeah. So I always make this clear. Great. അടിപൊളി. So, coming back to what do you do? നിങ്ങൾ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. കുറേ ഉണ്ട്. ലൈക്ക് എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. 3G IRPS എന്നിട്ടൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 3G സ്കൂൾ ഓഫ് സൈക്കോളജി കണ്ടിട്ടുണ്ടായിരുന്നു, AI കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ലൈക്ക് എന്തോ നിറ്റേഴ്സ് ദുബായ് അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു അബായന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ വാട്ട് ഓൾ തിങ്സ് ഡു യു ഡു? മേബി റിസ്വാന് മനസ്സിലാവും, നമ്മളൊരു ഏജ് ആകുമ്പോ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങൂലേ, അതാണ് എല്ലാം കൂടെ ഉള്ളത് എക്സ്പെരിമെന്റ്സ്. ബട്ട് ഐ വിൽ ക്വിക്ലി സേ വാട്ട്സ് 3G. So 3G is actually like it's my dad's vision. Okay, അപ്പം dad wanted to do something to address the unemployment. So India has the highest number of youth. Actually India is 600 million youth. Appo itra youth undavum right now jobs are complicated, like layoffs undu, pinne technology undu, people are losing job. Inni angattekku kore pudiya job opportunities um skills okke aanu varunathu. So my dad wanted to do something on that and he put me like a leader. So we are technically addressing the unemployment of India. Idana 3G. Pinna idinte underle varuna initiative, what you said, 3G school of psychology, 3G school of AI, idu unemployment address cheyanille kore initiatives. So many are there. What I'm trying to do is launching his projects, right? Like one by one na launch cheyane. So one of the main thing that I'm focusing right now is 3G school of psychology. Appo idu focus cheyanalla karanam, I'm sure like Rizwan or in mental health crisis, this is a top in India, awareness illa, ആൾക്കാർക്ക് എങ്ങനെ ഇത് അഡ്രസ് ചെയ്യേണ്ട അറിയില്ല, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ റെലവൻസ് അറിയില്ല. സോ 3G സ്കൂൾ ഓഫ് സൈക്കോളജി എയിം ചെയ്യുന്നത് ഇന്ത്യനെ മെന്റലി ഹെൽത്തി ആക്കാനുള്ള കുറെ കാര്യങ്ങൾ. സോ വൺ സൈഡില് നമ്മള് സൈക്കോളജിസ്റ്റിനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം വി ഹാവ് ലോട്ട് ഓഫ് കോഴ്സസ് ടു ബിൽഡ് സ്കിൽ സൈക്കോളജിസ്റ്റ്. പിന്നെ വേറെ സൈഡില് നമ്മള് കൗൺസിലിംഗ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എവറിത്തിങ് ഇൻ ലൈക്ക് മെന്റൽ ഹെൽത്ത് ഫീൽഡ്. കാരണം ഇനി അങ്ങോട്ടേക്ക് the number of suicide or depression ഇതൊക്കെ റേസ് ആയിട്ടേ വരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മളെ ജനറേഷൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാ പോലും നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അപ്രോച്ച് ചെയ്യൂല. മേ ബി യു നോ അബൌട്ട് ദിസ്, റൈറ്റ്? ലൈക്ക് കമ്മ്യൂണിറ്റി ഇല്ലേ? അപ്പം അതാണ്. പിന്നെ 3G സ്കൂൾ ഓഫ് AI, ഇറ്റ്സ് മോർ ഇൻ ടു ടെക്നോളജി. അപ്പൊ അതിൽ നമ്മള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ, NFTs, മെറ്റവേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന് പഠിപ്പിച്ചു കൊടുത്ത് അവെയർ ആക്കിയിട്ട് അതിൽ സ്കിൽ ചെയ്യാം.
Okay, so this is the two things that I'm focusing. But 3G School of Psychology ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് കാരണം last 2 years ഞാൻ അതിൽ തന്നെ വർക്ക് ചെയ്തത്. അപ്പം I'm going to a fundraising stage right now. പ്രോട്ടോടൈപ്പ് ആ പൈലറ്റും ട്രാക്ഷൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ we go to that, right? അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മോർ ബിസിനസ് സൈഡ്, ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടിയിട്ടും അതിനൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ റണ്ണിങ് എസ്പെഷ്യലി ഒരു പ്രോബ്ലം പറഞ്ഞു, ദാറ്റ് ഈസ് എന്നുള്ളൊരു യൂത്തിന് വലിയ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്, വലിയൊരു പ്രോബ്ലം ആണ്. ദാറ്റ്സ് ലൈക്ക് ഇൻ എ വെരി ലാർജ് സ്കെയിൽ. ആൻഡ് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഒരുപാട് എസ്പെഷ്യലി ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്സ് ഒക്കെ ലേ ഓഫിന്റെ കൊടുമുടിയിലാണ്. ലൈക്ക് ഇറ്റ്സ് ബീൻ ഹാപ്പനിങ് ആൻഡ് വി ആർ ഓൾസോ റണ്ണിങ് ടുവേർഡ്സ് ലൈക്ക് എന്താ ഒരു റിസഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. There are like a lot of things that is coming in, like so ഈ പ്രോബ്ലംസ് ഒക്കെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് അഗൈൻ ഒരുപാട് ആൾക്കാർ വീണ്ടും സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡിലാണ് വന്നിട്ട് നിൽക്കുന്നത്, റൈറ്റ്? സോ ഹൗ ഡു യു സീ ദിസ് സിറ്റുവേഷൻ? അതായത് ഈ ഒരു സിറ്റുവേഷനിൽ തിങ്കിങ് ഓഫ് ന്യൂ ഓൺടർപ്രണേഴ്സ് ടു കം, അതേപോലെ തന്നെ ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷനിലും വാട്ട് ഈസ് ദാറ്റ് തിങ് ദാറ്റ് യു തിങ്ക് ഇസ് എ സേഫ് സ്പോട്ട് ടു ബി? I don't like, I always say this is like എനിക്കാണെങ്കിലും I'm also just figuring stuff out, right? അപ്പം ഒരു അഡ്വൈസോ അതൊന്നും കൊടുക്കാൻ ഞാനൊന്നും ഒരിക്കലും ആയിട്ടില്ല, കാരണം നമുക്കൊക്കെ ആകെ 4-5 years വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൂ. ബട്ട് വാട്ട് ഐ തിങ്ക് ഇസ് ലൈക്ക് മേ ബി പീപ്പിൾ മൈ ഏജ് വി ഷുഡ് എക്സ്പെരിമെന്റ്. പിന്നെ ഐ ഡോണ്ട് സപ്പോർട്ട് ദിസ് യു ഹാവ് സംതിങ് എൽസ് ആൻഡ് യു ക്വിറ്റ് വാട്ട് എവർ യു ആർ ഡൂയിങ്. കാരണം ഐ സപ്പോർട്ട് മോർ ഓഫ് ലൈക്ക് നമുക്കൊരു സ്റ്റേബിൾ ജോബ് ഉണ്ടാവുമ്പോൾ when we have if it's a 9 to 5 job, 5 to 10 you work on like whatever else, spend time on the weekend, and when your income increases more than your startup or whatever you have on the side, that's when you quit. Allengile it's not a safe thing to do, because entrepreneurship is not everyone's cup of tea. Kore factors and it's not just the idea, right? Like executing is a whole other thing. Idea could be great, you might have the best idea, doesn't matter. You need, maybe it's you who can execute, maybe you need someone else. Mentor vaanam, our timing has to be correct, we need the right resources, we need the right fund, because it's all experimenting. Adile failure ingane ഉണ്ടായിക്കൊണ്ട് നിൽക്കും. സോ അത് ചെയ്യാനേ എല്ലാവരും കൊണ്ട് പറ്റുന്നൊന്നുമില്ല, കാരണം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മേ ബി ലെറ്റ്സ് സേ ലൈക്ക് യു ആർ ദ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി. So it's not a smart decision to jump into entrepreneurship. Like I wouldn't say it is. Like എനിക്കൊക്കെ ടൈം ഉണ്ട്, മെന്റർ ഉണ്ട്, റീസോഴ്സസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഞാനൊന്നും ആയില്ലെങ്കിലാണ് പ്രശ്നമാവും. പക്ഷെ എല്ലാരും അത് ചെയ്യണമെന്ന് ഐ ഡോണ്ട് തിങ്ക്. മേ ബി there is a high chance of failure. So yeah, ഇതിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ അങ്ങോട്ടേക്ക് മാറിയിരിക്കും, അറിയില്ല. ലൈക്ക് നമ്മളെ സേഫ് ആയിട്ട് ആദ്യം നമ്മളെ സേഫ് ആക്കിയിട്ട് then എക്സ്പെരിമെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഒരു. I am more concerned about like the financial stability. So alkar usually avarku idea undavumba thanne they are like jumping into it. Maybe they take investments and they put themselves in high risk. Okay, maybe appo 6 to 1 year okke avaru paisa illandokke jeevikekkum. So avaru family avaru nokkunnundavu, or maybe they support other people. Appam calculated risk edukkanam. That's what I was trying to say. And this is like my opinion, maybe it's right here. Okay, all right. So ultimately, after few years, like being an entrepreneur, മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താ? Being an entrepreneur, what is the biggest thing to know? I think it's probably, this is what everyone says, but you can't give up. Karanam even I think it's Thomas Edison, whoever, they try like 1,000 ways to get the bulb light or that. So it's sort of like that. I'm going to try fail out. So we should most people who want to be entrepreneurs, inside them I think you also have this, we have like a feeling that you're meant for this. And no matter what happens in the earth, this is what I'll do. So that keeps us going. So that belief, right, and not giving up should be core to our heart, very core, because I feel like entrepreneurship is a very lonely journey, okay? And most times people will not understand us. I have lost a lot of friends because they just don't get who I have become, and I don't connect with them anymore. I have no idea. Like I don't know what they're talking about. നമ്മൾ ഒറ്റക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നല്ലൊരു സെൽഫ് ഡ്രിവൺ ആൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഓൺട്രപ്രണർഷിപ്പ്. സോ നോട്ട് ഗിവിംഗ് അപ്പ് ഷുഡ് ബി ലൈക്ക് there inside their mindset, then only this works out. കാരണം നിങ്ങളിപ്പോ പറഞ്ഞു
ഭയങ്കര റൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് പല കാര്യങ്ങൾ സെറ്റ് ആക്കി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല, റൈറ്റ്? ഈവൻ വാട്ട് എവർ ഇറ്റ് ഇസ്, ബീങ് ബിസിനസ് ആണെങ്കിലും, ബീങ് ലെറ്റ്സ് സേ ഇവൻ എ ക്രിയേറ്റർ, നമ്മൾ പല കാര്യങ്ങളും ദർ ഇസ് ദിസ് ടൈം ലൈൻ ദാറ്റ് നമുക്ക് മീറ്റ് ചെയ്യേണ്ട ടൈം ലൈൻ, ഡെഡ് ലൈൻസ്, കാര്യങ്ങളും ടാസ്ക് ഒക്കെ ഉണ്ടാവും. നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ലോസസ് ഉണ്ടാവും, സാക്രിഫൈസസ് ഇൻ ദ ഫോം ഓഫ് ഫാമിലി, റിലേഷൻഷിപ്സ്. And sometimes it will be shameful. Like നമുക്ക് ചെയ്യും, അവർ പീപ്പിൾ വിൽ മേക്ക് ഫൺ ഓഫ് us. നമ്മൾ പ്രൂവ് ചെയ്യുന്ന വരെ എല്ലാവർക്കും കളിയാക്കലും ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവർ പറയുമോ ഞാൻ അന്നേ പറഞ്ഞില്ലേ, പക്ഷെ അതൊക്കെ അങ്ങനെ. So yeah, losses will be there, but it's what we picked. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്ലീഷേ ചോദ്യം ചോദിക്കാം. ഹൗ ഡു യു കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ്? എങ്ങനെയാണ് കാരണം വെച്ചാൽ ആസ് യു സെഡ് ഭയങ്കര ലോൺലി ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഈവൻ ഇഫ് യു ഹാവ് എ ടീം, you have your own reasons, like you are the leader, so you have to make a difference for everyone, right? And also ഒരുപാട് ആൾക്കാർ they depend on you, right? And ആ ഒരു സമയത്ത് and there are എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഈവൻ മെന്റലി, ഈവൻ ഇഫ് എവറിത്തിങ് ഈസ് ഗോയിങ് റൈറ്റ്, സ്റ്റിൽ ആ ചില ദിവസങ്ങളായിരിക്കും മൈറ്റ് ബി ബാഡ് ഫോർ യു. നമ്മളെല്ലാരും അങ്ങനെയല്ല ഫേസ് ചെയ്യുന്നത്. കാരണം നമ്മളെ ഗോൾസും മറ്റേ ഹാബിറ്റ്, ആംബിഷൻ ഒക്കെ എവിടെയോ ആയിരിക്കും. സോ മേ ബി നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ പറയും നല്ല അടിപൊളിയായിട്ടല്ലോ, പക്ഷെ ഇൻസൈഡ് ലൈക്ക് ഇല്ല, ഞാൻ എത്തിയില്ല. So how do you keep yourself motivated? I will say the realistic answer, okay? So I am extremely afraid of not being financially independent. ഇതാണ് എനിക്ക് എപ്പോഴും എന്റെ മോട്ടിവേഷൻ ഉള്ളത്. കാരണം എനിക്കറിയില്ല ആൾക്കാരൊക്കെ എന്താ പറയാന്ന്, പക്ഷെ പൈസ ഇല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പം സോ ഇറ്റ്സ് ലൈക്ക് എപ്പോഴും എന്റെ മനസ്സിൽ ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ financially I will not be independent. I have to depend on other people or my family or husband or whatever to survive. So this thought, it's not motivating, it scares me. So because I've seen like namla culture at least women are always dependent on people എന്തെങ്കിലും രീതിയില്. അപ്പൊ ഇതിങ്ങനെ ഞാൻ ആലോചിക്കും, ഓക്കെ ഞാനൊന്നും ആയില്ലെങ്കിൽ എനിക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല, ആൻഡ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ദ ലൈഫ് സ്റ്റൈൽ ഐ വാണ്ട്, ദ ഡ്രീംസ്. ഓർ I am coming from a pretty good family, okay, Rizwan. കാരണം എന്റെ ഫാമിലി സെറ്റിൽഡ് ആണ്. ലൈക്ക് I have a good life, പക്ഷെ it's not mine. ഞാൻ ഉണ്ടാക്കിയതല്ല. സോ ഞാൻ ഉണ്ടാക്കാത്തോടത്തോളം കാലം it's still my dad's. അപ്പം so I am like financially being independent is the thing that motivates and scares me at the same time. Yeah, I can't handle that. നിങ്ങളെ like reason ആണ് what is your motivation, isn't it? In the like the reason to be financially independent എന്നുള്ളതാണ് that motivates me. Yeah. Okay, all right. So and again ചില ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ could be especially as an entrepreneur, ഇപ്പം again ഇന്ത്യയിലാണ് and you're staying alone അല്ലേ, like പല കാര്യങ്ങളും like you have to manage on your own അല്ലേ. So obviously systems എന്നുള്ള അഥവാ ഒരു kind of having a discipline എന്നുള്ളത് വളരെ important ആണ് അല്ലേ. സോ ഹൗ ഡു യു ബിൽഡ് സിസ്റ്റംസ് ആസ് അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലി കുറെ കാര്യങ്ങൾ ഐ ഡോണ്ട് ബിലീവ് ഇൻ വർക്ക് ലൈഫ് ബാലൻസ് ബട്ട് സ്റ്റിൽ വി ടോക്ക് അബൌട്ട് ദാറ്റ് അല്ലേ. സോ ഹൗ ഡു യു ബിൽഡ് സിസ്റ്റംസ് അറൌണ്ട് ലൈഫ്? I don't think there's a work life balance actually. I think like if you're doing something, whatever else, we're obsessed with that. അപ്പൊ അത് ഫുൾ അതന്നെ ചെയ്യാം 100% എടുത്തിട്ട്, പിന്നെ if it's something else, obsessed over that. So I don't know about that, but in my last 2-3 years was work from home. COVID, I only was work from home. So I had to build a routine or else it will really not work out, right? But I have a team. So it's better with the team because they are calling you to do stuff, right? അപ്പൊ ഞാൻ സ്വന്തം എണീച്ചിട്ട് മോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ വിളിയൊക്കെ വരുമ്പോൾ ഞാൻ എണീച്ചോടും. അപ്പൊ രാവിലെ മീറ്റിംഗ്സ് ഉണ്ടാവും, ഈവനിങ്ങില് മീറ്റിംഗ്സ് ഉണ്ടാവും. അപ്പൊ ഇത് ഉണ്ടായോണ്ട് മൈ ടൈം ഷെഡ്യൂൾ ഇസ് ഓൾറെഡി ഫിക്സ്ഡ്. പിന്നെ after 6 like I'm free, I can do other stuff, be it work, whatever. So I have not faced much issue with self discipline. Like what I believe is amla work ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാം, എൻജോയ് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യുമ്പോൾ വർക്കിനെ പറ്റി അല്ലെങ്കിൽ വേണം, വർക്ക് ചെയ്യുമ്പോൾ എൻജോയ് പറ്റി ആലോചിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മച്ച്. ഓക്കെ, അടിപൊളി. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കമ്മിങ് ബാക്ക് ടു 3G, നിങ്ങൾ യുവർ ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടറിനോട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഐ ഹേറ്റ് ഇറ്റ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം
നമ്മളൊരു കൈൻഡ് ഓഫ് ഒരു സമയത്ത് വി തോട്ട് ഓക്കെ ഇ ലേണിംഗ് അഥവാ എഡ്ടെക് ആണ് ദ ഫ്യൂച്ചർ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഐ ഡൗട്ട് ദാറ്റ് ഒക്കെ പേഴ്സണലി. കാരണം എന്ന് വെച്ചാൽ വി ആർ മൂവിങ്, എല്ലാം ഓപ്പൺ അപ്പ് ആവാണ് ആൻഡ് വി ഫീൽ ഹ്യൂമൻ കണക്ഷൻസ്, വി ക്രേവ് ഫോർ ദാറ്റ് ടച്ച് ആൻഡ് കണക്ഷൻസ് അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ വി ആർ ഓൾ ജസ്റ്റ് എന്താ പറയാ, എത്രത്തോളം ആൾക്കാരെ കാണാനും ഇന്ററാക്ട് ചെയ്യാനും പറ്റും അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇറ്റ് വിൽ ബി മൂവിങ് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ബട്ട് സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് എഡ്യൂക്കേഷൻ വൈസ് നമുക്ക് എന്താ പറയുക മാറേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ്, അതായത് ഇനിയുള്ള ഒരു എഡ്യൂക്കേഷൻ റെവല്യൂഷൻ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേർ ഷുഡ് വി ഗോ, അല്ലെങ്കിൽ വാട്ട് അപ്രോച്ച് ഷുഡ് വി ഡു? ബിക്കോസ് എസ്പെഷ്യലി നിങ്ങൾ ഇതിലുള്ള ഒരു ആളായതുകൊണ്ട് തന്നെ ലൈക്ക് യു മൈറ്റ് ഹാവ് ഡൺ യുവർ മാർക്കറ്റ് റിസർച്ച് കാര്യങ്ങളൊക്കെ. സോ എഡ്യൂക്കേഷൻ വൈസ് പോകുന്ന സമയത്ത് നമ്മൾ സപ്പോസ് ലെറ്റ്സ് ഒരു നെക്സ്റ്റ് ജനറേഷൻ ചിൽഡ്രൻ അഥവാ സ്റ്റുഡൻസ് എന്നുള്ള സംഭവം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബെറ്റർ ആയിട്ട് ഇന്ത്യനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ആസ് യു സെഡ് ലൈക്ക് സ്കില്ലിംഗ് ആൻഡ് അപ് സ്കില്ലിംഗ് ലൈക്ക് യൂത്ത് എന്ന് പറയുന്ന സമയത്തേക്കും ഹൗ ഷുഡ് വി ഡു ദാറ്റ്? Actually, like 10 years down the line, I don't think school and college now will exist. അതൊക്കെ അതിൻ്റെയൊന്നും തീരെ ആവശ്യമില്ല. ബട്ട് മേ ബി ഐ ക്യാൻ സ്പീക്ക് അബൌട്ട് വാട്ട് വി ഡു to maybe make a little difference. So in 3G School of Psychology courses under, right, for students to become a psychologist. This is kind of a blend of edtech and offline. I have put both. The reason is നമുക്ക് ഓൺലൈനിൽ ഒരു റെലവൻസ് ഉണ്ടാക്കാനും ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു റീച്ച് ഉണ്ടാക്കാനും അറിയണം. അത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, because online is definitely the future. കാരണം ഒരാൾക്ക് if they want to build a good career, it's not offline, it is online. I have really fought with people over this because people think it's offline, right? They are living in some other world. It is online. Online is where you can do a lot of things and reach to international level as well. So namma course le what we tried is for the lectures and all, we have ഇൻഡസ്ട്രി എക്സ്പെർട്സ് കമ്മിങ് ഇൻ. സോ ഈ ഒരു ഭാഗം ഓൺലൈനിൽ ആക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് കഴിഞ്ഞാല് ഒരു US എന്നുള്ള ഒരു ലെക്ചറർ കൊണ്ടുവരാൻ പറ്റില്ല. ദർ ഇസ് എ ലിമിറ്റേഷൻ. അപ്പൊ ഓൺലൈനിലാകുമ്പോൾ എന്തായി, we can bring the best resources to train the students. So our students have access to the top, because this is psychology field, they have psychologist access. അപ്പൊ psychologist വന്നിട്ട് അവരെ പഠിപ്പിക്കാം, not faculties. Okay, so this you got what I meant, right? They're learning from industry experts. അപ്പൊ ഫാക്കൽറ്റി പഠിപ്പിക്കുമ്പോൾ ഫാക്കൽറ്റിക്ക് ആകെയുള്ള ഒരു എക്സ്പീരിയൻസ് പഠിപ്പിക്കാന്നുള്ളതാണ്. അതും ഒരു 10-20 years ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇവർ പഠിപ്പിക്കുന്നത്. മാർക്കറ്റ് എവിടെയാണ്, എവിടെയാണ്. പക്ഷെ ഇൻഡസ്ട്രി എക്സ്പെർട്സ് പഠിപ്പിക്കുമ്പോൾ they exactly teach them about what's happening right now. പിന്നെ theory is, I think we both connect over this, it's like useless, right? Useless if not applied. Yeah. So theory മാത്രം പഠിച്ചിട്ട് എന്തായാലും കാര്യമില്ല. We have to get students to do practicals. Things have changed, right? ഇപ്പം ആർക്കും ഇന്റേൺഷിപ്സ് ചെയ്യാം, they can go approach companies opportunity കൊടുക്കും. So that's possible. So we actually give our students chance to do internships with companies, and we have a blend of online and offline. So we try to our internship offline now. So they can go there and they can study and all that. And our courses has job guarantee. This is like അടുത്ത പ്രശ്നം അല്ലെ, നമ്മള് എഞ്ചിനീയറിംഗ് പഠിച്ചാലും BBA പഠിച്ചാലും എന്തിനുണ്ടാവില്ല, ജോബ് ഇല്ല, ജോലി ഉണ്ടാവില്ല. അപ്പൊ പഠിക്കുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടാണ്. സോ ജോലി കിട്ടാത്തോടത്തോളം കാലം പഠിച്ചതിന് ഒരു കാര്യമില്ല. നമ്മളെ കോഴ്സസ് നമ്മൾ ജോബ് ഗ്യാരണ്ടി കൊടുക്കും. സോ ദാറ്റ് അത് വർത്തിട്ടല്ല. അപ്പൊ അവർക്ക് ഒരു കോഴ്സ് ചെയ്ത് അവർക്ക് ആ ഫീൽഡിൽ തന്നെ ഒരു ജോബ് കിട്ടും. ഇതും പിന്നെ വി ട്രൈ ടു ട്രെയിൻ ദം ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഓൺലൈൻ പ്രൊഫൈലിംഗ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. കാരണം എനിക്ക് തോന്നുന്നു പീപ്പിൾ ലാക്ക് ദിസ് സ്കിൽ, റൈറ്റ്? മേ ബി അവർ ഓഫ്ലൈനിൽ അടിപൊളിയായിരിക്കും, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് അവർക്ക് ഓൺലൈനിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വരില്ല. So there are a lot of like ഇതൊക്കെ ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. So that's what we have been trying to do based on, even like you or me, we have a problem with the education system. നമുക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, കാരണം നമുക്കറിയാം എന്താ വർക്ക്ഔട്ട് ആവാതെ. So we tried stuff like this, and I would just suggest like even a teenager to start doing things.
അല്ലെ? ഇപ്പം പണ്ടത്തെ മാരൊന്നല്ല. അപ്പൊ എന്റെ സിബ്ലിങ്സ് ഒക്കെ എന്റെ വീട്ടിലൊക്കെ പൈസ ഒക്കെ ചോദിക്കുമ്പോ എന്റെ പേരൻസ് പറയും പൈസ ഒക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോ, പിന്നെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടോ, റീൽസ് ഒക്കെ ഇട്ടോ, അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കാരണം the richest people are like gamers on YouTube. പിന്നെ ആ ടോയിന് റിവ്യൂ ചെയ്യുന്ന കുട്ടിയൊക്കെ ഉണ്ട്. It's a 3-4-year-old. അപ്പൊ that's the time we are in. Yeah, so this is what I would suggest. Everyone should experiment. Yeah, I think നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതും this is where again I do believe the same. അതായത് വെച്ചാൽ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ആണ് what you want to change അല്ലെ. I think if I'm not wrong, കാനഡയിൽ കോഴ്സസ് is designed based on industrial demand. അതായത് അവിടെയുള്ള കോഴ്സസ് എല്ലാം ഇപ്പം നമ്മളിപ്പം പുറത്തൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവര് ഒരു കോഴ്സ് ചിലപ്പോൾ കുറച്ച് വർഷം കഴിയുമ്പോൾ ഉണ്ടാവണമെന്നില്ല. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് അവിടെ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ദി റിമൂവ് ദാറ്റ് കോഴ്സ്. ഒരു ഡിമാൻഡിലെ കോഴ്സ് വരുമ്പോൾ ദി ഇൻട്രൊഡ്യൂസ് ദാറ്റ് കോഴ്സ് അല്ലേ. ഇന്ത്യ ലാക്സ് ദാറ്റ്. അതായത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാർ ഈവൻ എത്ര എഞ്ചിനീയറിംഗ് സ്ട്രീംസ് തന്നെ there are like countless streams in engineering. You would be surprised. I mean IIT ഇവിടെ തന്നെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത് I don't get this concept. Okay, അവർക്ക് ഇൻട്രസ്റ്റ് ചിലപ്പോൾ മെക്കാനിക്കൽ ആയിരിക്കും, പക്ഷെ അവർക്ക് കിട്ടിയ സീറ്റ് ഉണ്ടാവുക കമ്പ്യൂട്ടർ സയൻസിനായിരിക്കും. സോ ദേ ആർ ലൈക്ക് IIT അല്ലേ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ്, what is that? So they have this we call it like a dream college syndrome. They take courses based on that, right? And then they do something else in the rest of their life. Like in India there's a lack. I think adana marande. The thing is, as I said നേരത്തെ പറഞ്ഞ പോലെ തന്നെ there are a lot of friends of mine വലിയ എഡ്യൂക്കേഷൻ ഒന്നുമില്ല, but they have skills that have built. Correct. And they're making money out of that. And I think അത് തന്നെയാണ് what should be the future of education. Correct. Also that I want. Yeah. Right? Yeah. That's awesome. എഡ്യൂക്കേഷൻ സിസ്റ്റം റീതിങ്ക് ചെയ്യട്ടെ അല്ലെങ്കിൽ മാറട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഐ വിൽ ആസ്ക് ബിഫോർ അനദർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്, ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ്? ഡീപ് ക്വസ്റ്റ്യൻ ആണത്. ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടാ, ഫുൾ ബുദ്ധിമുട്ടാണല്ല ലൈഫിൽ. നോക്കട്ടെ, എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതത് ദുബായിലൊക്കെ നിന്നിട്ടൊന്ന് നാട്ടിലൊക്കെ വരുമ്പം ഉണ്ടാവുന്ന ഒരു സ്വിച്ച് ഇല്ലേ. സോ മൈ ഡാഡ് ആക്ച്വലി ഫസ്റ്റ് കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആള് പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞപ്പം ഇന്നൊന്ന് ഇന്ത്യ കറക്കി ചെറുതായിട്ട്. അപ്പൊ ഹി വാണ്ടഡ് മീ ടു ലിവ് വിത്ത് പീപ്പിൾ ആൻഡ് ലേൺ അബൌട്ട് പീപ്പിൾ. അത് ഏത് കോഴ്സാന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ കോഴ്സ് ലൈഫ് കോഴ്സ് ആയിരുന്നു. അപ്പൊ ഇന്ന ലൈക് ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈയിലോടത്തൊക്കെ വിട്ടിട്ട് ഇറ്റ് വാസ് ശരിക്കും ഇത് മറ്റേ ABCD സിനിമ തന്നെ കേട്ടോ. ഒരു ബഡ്ജറ്റ് ഉണ്ടാവും ആൻഡ് ഐ ഹാവ് ടു സ്റ്റേ വിത്ത് പീപ്പിൾ. ഒരു PG ഒക്കെ കണ്ട് ഇങ്ങനെ മറ്റേ 5-6 ആൾക്കാരൊക്കെ ഒരു റൂമിലൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെ എല്ലാ റൂമിൽ നിൽക്കണം. ഡൽഹിയിലൊക്കെ പോകുമ്പം ഒരു ഫ്ലാറ്റിൽ ഒരു 10-15 ആൾക്കാരൊക്കെ ഉണ്ടാവും, ഒരു ബാത്റൂം ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുത്തെ ഫുഡൊന്നും പിന്നെ പറയാൻ വേണ്ട, ഒരു ദാൽ ഇങ്ങനെ അങ്ങോട്ട് തിന്നും. അങ്ങനൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബിസിനസ്സും കരിയറും ഒക്കെ ഞാൻ പിന്നെ നോക്കിയത്. ഒരു വർഷം ലിറ്ററലി എന്റെ പണി ഇങ്ങനെ ട്രാവൽ ചെയ്യുക, സ്ഥലത്ത് നിൽക്കുക, ഒറ്റയ്ക്ക് ചെയ്യണമെന്നായിരുന്നു ക്രൈറ്റീരിയ. വേറെ ഹെൽപ്പ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഹി വാസ് ഓൾസോ നോട്ട് ഹെൽപ്പിങ്. അപ്പം ദാറ്റ് വാസ് ടഫ്. ഇറ്റ്സ് നോട്ട് ടഫ് ഫോർ എവ്രി വൺ. ഓക്കെ, എനിക്കാണ് ടഫ്. കാരണം ഞാൻ നല്ല രീതിയിൽ വളർന്നുകൊണ്ടില്ല പ്രശ്നം. അത് മറ്റേ ഇതാണ്, AC ഇട്ടാൽ ഞാൻ ലേസിന്റെ തണുപ്പ് അറിയുള്ളൂ. AC ഇല്ലാത്ത ആൾക്കാർക്ക് AC അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് ആ ഒരു കംഫർട്ട് ഉണ്ടായിട്ട് ഈ കംഫർട്ട് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയപ്പം കുറച്ചൊരു ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഐ മീൻ ഇന്ത്യ ഇസ് നോട്ട് എ ഈസി പ്ലേസ് ടു ലിവ്. കുറെ പ്രശ്നങ്ങൾ. ഐ തിങ്ക് കേരള ഇസ് സ്റ്റിൽ ലക്ഷൂറിയസ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഫ്രഷ് ഓക്സിജൻ ഉണ്ട്. അപ്പൊ പിന്നെ ഓർ ഫ്രഷ് പ്രോഡക്ട്സ്. വേറെ സ്ഥലത്ത് ഈവൻ ചെന്നൈ പിന്നെ ഓക്കെ ആണ്, ബട്ട് നോർത്ത് ഇസ് ലൈക്ക് നോട്ട് ദാറ്റ് കൺവീനിയന്റ്. സോ ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്തപ്പം ആരെ കൂടി നിൽക്കുക, എന്ത് ഫുഡും കഴിക്കുക, അല്ലെങ്കിൽ എവിടെയും ഉറങ്ങുക, അത് ആ
ഒരു 1 year കഴിഞ്ഞപ്പോ തന്നെ ഐ തിങ്ക് ഐ വാസ് വെരി വെരി ഓപ്പൺ മൈൻഡഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മറ്റേതായി, ഇനിയിപ്പോ നിങ്ങൾ ഇനി എവിടെ കൊണ്ട് എന്ത് ചെയ്താലും ഞാൻ അവിടെ ജീവിക്കും, ഞാൻ 4 കാലിൽ ബിയോ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. സോ ഷൗട്ട് ഔട്ട് ടു മൈ ഡാഡ് ഫോർ ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ വർക്കും ബിസിനസ്സിലേക്കൊക്കെ ആക്കി. കാരണം ആളെന്നോട് പറഞ്ഞു, നീ ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. അപ്പൊ if you don't live like them, how can you understand who they are and what they do? And you shouldn't think from ദുബായ് എന്നൊന്നല്ല അതൊന്നും കാണേണ്ടത്, അത് മനസ്സിലാവില്ല. അവരുടെ കൂടെ ഇറങ്ങി ജീവിക്കണം, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. മേ ബി ദാറ്റ് ഹെൽപ് മീ അ ലോട്ട് ആൻഡ് യെസ് ഐ ഓവർകേം ദാറ്റ്. Okay, അങ്ങനെയാണെങ്കിൽ I have a counter, like additional question to that. That's I love learning people and I want to know that ഇത്രയും ഒരു വർഷത്തോളം ആൾക്കാരുമായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാരായിട്ട് സ്പെൻഡ് ചെയ്തതിനു ശേഷം മനുഷ്യന്മാരെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അതോ ഒരു ബിഗ്ഗസ്റ്റ് ലെസൺ എന്താണ്? മനുഷ്യന്മാർ, ഐ മീൻ യു ഗെറ്റ് വാട്ട് യു ഡു ഫോർ ദം. ലൈക്ക് നമ്മളവർ നല്ലോണം ട്രീറ്റ് ചെയ്യും, അവർ നമ്മൾ അതേമാതിരി ട്രീറ്റ് ചെയ്യും. ആൻഡ് മനുഷ്യന്മാരെ കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ, എനിക്ക് അതിന്റെ ഉത്തരം എന്താ പറയാറില്ല. എന്തായിരിക്കും ഇപ്പൊ അത്? ഐ ഡോണ്ട് നോ. I learned a lot of things. It depends. നമ്മൾ കുറെ സ്ഥലത്ത് പോകുമ്പോൾ കുറെ ടൈപ്പ് ആൾക്കാരെ കാണും. ലൈക്ക് there is a difference between the people in each state. ഇപ്പൊ ചെന്നൈ, now that I'm here, ഇവിടുത്തെ ആൾക്കാരെ ഭയങ്കര humble and down to earth. This is, the people are the best. Whereas in let's say Hyderabad, they treat you a little differently. And in let's say Delhi, they swear way more. So it's not that nice. അപ്പൊ ഇങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടാവും. പഠിക്കാൻ വെച്ചാൽ എല്ലാരെ പറ്റി ഇപ്പൊ കോമൺ ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. സോ ഡീപ് ഡൗൺ ആൾക്കാരെല്ലാരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഫാക്ടർ എന്താ? വാട്ട് കണക്ട്സ് പീപ്പിൾ? ലവ്. ക്ലീഷേ ആൻസർ. നമ്മള് ട്രാവൽ ചെയ്യുമ്പം വി മീറ്റ് സച്ച് ഗുഡ് പീപ്പിൾ. അപ്പൊ ഞാൻ കശ്മീരിലൊക്കെ പോയപ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ തന്നെ ആലോചിച്ചു, ഇവരൊക്കെ ഇങ്ങനെ ആവുന്നത്, എന്തൊരു നല്ല ആൾക്കാർ, അവർക്ക് എവിടെ. ലവ് ഇസ് ലൈക്ക് it's something that has no language or barriers and that exists everywhere. Yeah, like actually നമ്മൾ ഇന്നലെയും കൂടെ ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. ലൈക്ക് as you mentioned the community ന്റെ ഇതില് we were talking about love actually. and ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്, Call Me By Your Name എന്ന് പറഞ്ഞിട്ട്. അപ്പം അതില് ഒരു സെന്റൻസ് ഉണ്ട്, all I wanted was what make life livable. അത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ലവ് തന്നെയാണ്. ലൈക്ക് ദാറ്റ് ഈസ് വാട്ട് മേക്സ് ലൈഫ് ലിവബിൾ എന്നുള്ള സംഭവം. സോ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇർഫാനന്റെ മുന്നിൽ ലോകത്തുള്ള ഓൾ ദിസ് around 8 billion people എല്ലാ ആൾക്കാരുണ്ട്. ആൻഡ് യു ഹാവ് എ സ്റ്റേജ്, യു ഹാവ് എ മൈക്ക്. എന്നിട്ട് ഇർഫാനോട് പറയാണ്, ഇർഫാന ആഫ്റ്റർ ദിസ് ഫ്യൂ ഇയേഴ്സ് ഓഫ് ലിവിങ് ഹിയർ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ 3 ലെസൺസ് എന്താണ്? ആൻഡ് പ്ലീസ് ഷെയർ ദാറ്റ് വിത്ത് ദം. ദ ഏജ് ഈസ് യുവേഴ്സ്. Okay, I think I saw this in your DP in WhatsApp, and they're like seek discomfort. It's that, right? Yeah. I think I really resonate with that because എല്ലാരും കംഫർട്ട് സോൺ ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കംഫർട്ട് സോണിൽ ഒന്നും കിട്ടാനില്ല. എവറിത്തിങ് പിൻട്രസ്റ്റിലെ കോട്ടൊക്കെ മാറിയ, പക്ഷെ എവറിത്തിങ് ദാറ്റ് യു നീഡ് ഇസ് ഔട്ട്സൈഡ് ഓഫ് ദ കംഫർട്ട് സോൺ. സോ I think I'll steal your quote. It is seek discomfort. And one more other thing that I believe is be good and the good comes back to you. അപ്പം നമ്മളിപ്പോ ഒരാളെ നല്ലപോലെ ട്രീറ്റ് ചെയ്തില്ല വിചാരിച്ചിട്ട് നമ്മൾ അവരങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് നല്ലപോലെ എല്ലാവരും ട്രീറ്റ് ചെയ്താൽ അത് വേറെ രീതിയിൽ നമുക്ക് കിട്ടും. സോ I believe in that. Like if you be humble, it works out. പിന്നെ അത് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ലൈക്ക് ആൾക്കാരെ ഒരു ഡീലൊക്കെ കിട്ടണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. അപ്പൊ പിന്നെ അവർക്ക് നോ പറയാണ്ടാവും. അങ്ങനത്തെ ഒരു ടാക്ടിക് ആണ്. പിന്നെ ഐ തിങ്ക് എക്സ്പെരിമെന്റ്. കാരണം നമ്മളെ പൊട്ടൻഷ്യല് നമുക്ക് അറിയണമെങ്കിൽ കുറെ ടൈപ്പ് കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പം കുറെ ആൾക്കാരെ ഒന്നും ഒരു പാത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ലൈക് ഡോക്ടേഴ്സ് ഒക്കെ ഫോർ എക്സാമ്പിൾ, അവർ ആ ഒരു പാത്തിന്ന് ഒന്നും വിട്ടിട്ട് ചെയ്യൂല ലൈഫിൽ. സോ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അവരെ സ്കിൽസ് ഡിസ്കവർ ചെയ്തിട്ടില്ല, അവരെ ഇൻട്രസ്റ്റ്. ഇപ്പം റിസ്വാന് പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് മനസ്സിലായി
വേറൊരു കാര്യം ഉണ്ട് ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റണേ. ഐ ഡോണ്ട് നീഡ് ടു ബി സ്റ്റക്ക്. അല്ലെങ്കിൽ എന്റെ പേരൻസ് പറഞ്ഞതിലൊന്നും നിൽക്കണ്ട. സോ എക്സ്പെരിമെന്റിങ് ഇസ് so important, like in everything. So that would be my 3 lessons for now. പക്ഷെ പിന്നീട് ഇതൊക്കെ മാറിയിരിക്കും. മാറണമല്ലോ. That is what life is, right? Yeah, that's beautiful. അടിപൊളി points ആണ്. And as you said, the first point, seek discomfort. I do believe in that. കാരണം വെച്ചാൽ നമുക്കൊരു അൾട്ടിമേറ്റ് ഗ്രോത്ത് ഉണ്ടാണെന്നുണ്ടെങ്കിൽ if you want yourself to be discovered, that is where you can. 18 കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കരുത്. വീട്ടില് നിൽക്കുമ്പോഴാണ് കംഫർട്ട് ആവുന്നത്. നമ്മളെ കൾച്ചറിൽ ആ ഒരു സംഭവം ഇല്ലല്ലോ 18 കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാം. പക്ഷെ യുഎസിലൊക്കെ 18 കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന ഒരു നാണക്കേടാണ്. ഞാൻ എന്റെ കുറെ എന്താ പറയാ ചെറിയ ഫ്രണ്ട്സിനോടും കസിൻസിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് ഇഫ് യു വോണ്ട് ടു ഗ്രോ ഇൻ ലൈഫ്, ലൈക്ക് എന്താ പറയാ, ഒരു പീരീഡ് എത്തി കഴിഞ്ഞാല് ഗോ ഔട്ട് ഓഫ് കേരള, നോട്ട് ഈവൻ ഹൗസ്, ഗോ ഔട്ട് ഓഫ് കേരള, എവിടെയെങ്കിലും പോവാം. Even out of your state, just go there and just try to live. അപ്പൊ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവും. അതാണ് 8 കോളേജ് ഒക്കെ പുറത്ത് തന്നെ പഠിക്കണം. എല്ലാരും ഇങ്ങനെ വീട്ടിൽ നിന്നിട്ട് ഏതാപ്പത്. That's beautiful. So that's all. Thank you so much. Last time എന്തെങ്കിലും add ചെയ്യാനുണ്ടോ that you wanted to say? Okay, like I will. No, I just want you to do more of this with people. Maybe it can help a lot of younger generation. And thank you for inviting. Thank you so much. Pleasure it was talking with you. And also thank you so much for being so, എന്താ പറയാ, മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിന് thank you so much. I'm really sure it's going to help a lot of people. So ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ, ഒരുപാട് ജോബ്സ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ, വേൾഡ് വൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. May you make a lot of difference all around the world and a lot of youngsters and in your life too. And wishing you all the best. Thank you so much for being here. It was a pleasure. Take care. Have a good day. Happy listening, happy growing, and Malayali parkate. Adivali.